എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്ന നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുകയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. വിശുദ്ധനായ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാരത്തിൻ്റെ 3-ാം ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ചില അപരാധികൾക്കും പരാതികൾക്കും ഈശോ നൽകുന്ന ഉത്തരമാണ് ഈ പ്രാവശ്യത്തെ 3 തിരുവചന ഭാഗങ്ങൾ. അവരെന്നെ പരിഗണിക്കുന്നില്ല, അവളെന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് സമൂഹത്തിലോ കുടുംബത്തിലോ അർഹതപ്പെട്ട ഒരു സ്ഥാനമില്ല, എന്നെ ഇങ്ങനെ ഓരോ ജോലിക്ക് വേണ്ടി വിട്ടിരിക്കുന്നു, ചിലരെപ്പോഴും സുഖിക്കുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ പരാതികളും അപരാധികളും പറയുന്നതാണ് നമ്മൾ ഓരോരുത്തർ. അതിനുള്ള സന്ദേശം മറുപടി എന്നതാണ് ഈശോ ഈ തിരുവചനത്തെ നമുക്കായി പങ്കുവയ്ക്കുക. നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. മറിയം നല്ലത് തിരഞ്ഞെടുത്തു, അതുപോലെ നിങ്ങളും നല്ല ഭാഗം തിരഞ്ഞെടുക്കണം. നല്ല ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന അപരാധികളോ പരാതികളോ നമുക്ക് പറയാനാവില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് മലബാറിലെ രാജപുരം ഭവനായിലെ മാലപ്പിൽ നടക്കുകയാണ്. ഏകദേശം 1000-ൽ പരം വരുന്ന ആളുകളുള്ള ഒരു ഇടവ സമൂഹമാണ്. ഇപ്പോൾ പുതിയ പള്ളി പണിയാനുള്ള തത്രപ്പാടില്ല. അതിന് കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ 4 കുർബാനയുണ്ട്. കുർബാനയിൽ നിറച്ചും പള്ളി നിറച്ചും ആളുകളുണ്ട്. അപ്പോ കുർബാന മധ്യേ വികാരിയച്ഛൻ ബൈബിൾ വായിച്ച് തീരുന്നതിന് മുൻപ് ആളുകൾ ഇരുന്നിരിക്കും. കാരണം ആ സമയത്ത് ഇരുന്നില്ലെങ്കിൽ തങ്ങൾ ഇരിക്കാൻ ഇപ്പോഴും. അപ്പോൾ ചിലരെങ്കിലുമൊക്കെ ഈ വായന കഴിയാൻ കാത്തിരുന്നാൽ അവരുടെ ഇരിപ്പിടം മറ്റുള്ളവരെ മടിയിലായിരിക്കും. അത്രത്തോളം തിക്കും തിരക്കുമുള്ള ഒരു ഇടവ സമൂഹമാണ്. സാധാരണ അവധിക്കൊക്കെ ചെല്ലുന്ന അവസരത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ 6 മണിക്ക് പള്ളിയുടെ ഡൊറേഷൻ ആരംഭിക്കും. 6:30-ക്കാണ് വിശുദ്ധി. അപ്പൊ നമ്മളിങ്ങനെ ആഘോഷമായി വണ്ടിയിലൊക്കെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് കിലോമീറ്ററുകൾ നടന്ന് വയർത്തൊഴിച്ച് ഈ കൃത്യം 6 മണിക്കുള്ള ഡൊറേഷൻ സമ്മതി. എന്നിട്ടാണ് അവർ 6:30-ത്തെ കുർബാനയിൽ പങ്കെടുക്കുക. 2 ദിവസങ്ങളിൽ പോലും പള്ളി നിറഞ്ഞതാണ്. ഒരു ദിവസം പ്രകാരം പോകുന്ന 1-2 പേരോട് ഒരുപക്ഷെ എൻ്റെ അസൂയായിരിക്കാം. ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് കൃത്യസമയത്ത് പള്ളിയിലെത്താൻ പറ്റുന്നില്ല. പക്ഷെ പാവപ്പെട്ട ജനം ഈ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് നിങ്ങൾക്കറിയാം, മലയൊക്കെ താണ്ടി ഇറങ്ങി ഈ മഞ്ഞുണ്ടെങ്കിൽ അതുകൊണ്ട് ചൂടുണ്ടെങ്കിൽ അതുകൊണ്ട് ആളുകൾ പള്ളിയിൽ വരും. അപ്പൊ ഞാനവരോട് ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ടു ഈ രാവിലെ 6:30 തന്നെ പള്ളിയിൽ വന്നാൽ പോലെ എന്തിനു നേരത്തെ വരാം? അതിന് പറയുമ്പോൾ അവരുടെ ചിലർ പറഞ്ഞ മറുപടി ഉണ്ടോ? അച്ഛൻ കുർബാനയ്ക്ക് മുൻപ് 1/2 മണിക്കൂർ പള്ളിയിൽ വന്നിരുന്നു. ഈശോയെ ആരാധിച്ചതിന് ശേഷം ആ വിശുദ്ധനെ അർപ്പിച്ച് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ഞാൻ കണ്ടുമുട്ടുന്ന ആരുമായി ഞാൻ മറക്കടില്ല. ആരുമായി എനിക്ക് പരാതിയില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യും. കണ്ടവരോടൊക്കെ കാണുന്നവരോടൊക്കെ കൂടെ നിൽക്കുന്നവരോടൊക്കെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഞാൻ സ്വസ്ഥമായ മനസ്സുമായി വൈകുന്നേരം വീട്ടിലേക്ക് വരും. എന്നാൽ വേറെ പണിയുണ്ട്. ഈ പള്ളിയിൽ പോകാതെ ഈ ഇത്രയും സമയം തമ്പുരാൻ ഞാൻ കൊടുക്കാതെ ഞാൻ തിരക്കിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്ന് എൻ്റെ ദിവസം പോക്കാണ്. കാരണം കാണുന്നവരോടൊക്കെ ഞാൻ വഴക്കടിക്കും, കാണുന്നവരോടൊക്കെ ഞാൻ കുറ്റങ്ങൾ പറയും. തിരികെ വീട്ടിലേക്ക് വരുമ്പോഴോ അതിനിരട്ടിയാണ്.
ഈ ഒരു ദിവസം പകൽ നടന്നതിൻ്റെ ഒക്കെ ഇരട്ടിയായി ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്യും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പള്ളിയിൽ വന്നിരിക്കും. അത് എൻ്റെ ദിനചര്യയാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ തിരുവചനം കേൾക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് തന്നെയാണ്, നല്ലത് തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ നല്ലത് തിരഞ്ഞെടുത്ത് തമ്പുരാനെ കൂടെ നിർത്തി തമ്പുരാനെ ഉള്ളിൽ സ്വീകരിച്ച് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളിലുള്ള തമ്പുരാൻ എന്നോട് നല്ലത് മാത്രം ചെയ്യാനേ പറയും. ഈശോ എൻ്റെ കൂടെ ഉള്ളപ്പോൾ, എൻ്റെ കൂടെ നടക്കുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരാതി പറയാനോ അടികൂടാനോ ഇടികൂടാനോ പറ്റില്ല. മറിച്ച് ഞാൻ ചെയ്യുന്നത് മുഴുവനും ഞാനല്ല, എൻ്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവർ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഈശോ ഈ മത്തായി അങ്ങ് തള്ളിക്കളഞ്ഞതാണോ? ഒരുപക്ഷെ ഞാൻ ഇപ്രകാരം മത്തയെ കുറിച്ച് ചിന്തിക്കുകയാണ്, അല്പം ഹൈപ്പറാണോ? മത്തയും മറിയവും സഹോദരികളാണ്, ലാസറിന്റെ സഹോദരികൾ. വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായത്തിൽ മാത്രമേ ഈ തിരുവചന ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈശോ എപ്പോഴും പേര് ചൊല്ലുന്ന, ആദിത്യം സ്വീകരിക്കുന്ന, അവിടെ കൂടെ ഇരിക്കുന്ന ഒരു ഭവനമാണ് മത്തായുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും ഭവനമാണ്. ഈ മത്തയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത്. ലാസർ രോഗബാധിതനായി എന്ന് പറയാനായി ഈശോയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞുള്ളത് മത്തയാണ്. ലാസർ മരിച്ചു കഴിഞ്ഞ് ഈശോ വരുമെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഈശോയെ സ്വീകരിച്ചത് മത്തയാണ്. ഇന്ന് ഈ ദിവസം നമ്മൾ കേട്ട തിരുവചന ഭാഗത്ത് മത്തയാണ് ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. പക്ഷേ പാവം ഒരു മറിയമുണ്ട്. അവള് സാധാരണക്കാരിയാണ്. അവളെ ഇങ്ങനെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അവള് ഈശോ ഭവനത്തിലേക്ക് വന്നു, ഈശോയോടൊപ്പം അല്പസമയം ഇരിക്കുന്നു. മത്ത ഈശോയെ സ്വീകരിച്ചതിന് ശേഷം സ്വീകരണ മുറിയിൽ കൊണ്ട് ഈശോയെ എത്തി. പിന്നീടുള്ള അവരുടെ ചിന്ത മുഴുവൻ എന്താണ്? ഈശോയ്ക്ക് എന്ത് കൊടുക്കും? നല്ല ഭക്ഷണം ഉണ്ടാക്കണം, ചായപ്പൊടിയാണെങ്കിൽ ഇല്ല, കൈവർക്ക് പോയി കഴിച്ചുകൊണ്ട് വരണം, പഞ്ചസാരയില്ല, ഈശോയ്ക്ക് ഷുഗർ ഉണ്ടാവാം, ഇനി ഞാൻ കൊടുക്കുക ഇന്നലെ കഴിക്കുക, ഉത്കണ്ഠപ്പെടുകയാണ്. ഉള്ളിൽ ഭയങ്കര ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠയുടെ ഭയങ്കര ഫലം എന്ന നിലയിലാണ് ഇങ്ങനെ സ്വസ്ഥമായി ഒരുവൾ ഈശോയുടെ കാൽക്കൽ എന്ന വചനം കേൾക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തോടെ അവൾ ഈ പരാതി പറഞ്ഞത്, നീ ഇത് കാണുന്നില്ലേ? എന്റെ സഹോദരി, നിന്നെ പരിചയിക്കുന്നവൾ എന്നെ തനിയെ വിട്ടിരിക്കുക. ഞാനിവിടെ കിടന്ന് അധ്വാനിക്കുന്നു, അവളോ നിന്റെ അടുത്ത് ചുമ്മാതിരിക്കുന്നു. ഇവിടെ എന്റെ പ്രസക്തമായ ചോദ്യമില്ല, ഈശോ മത്തായെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്തത്? എന്തു പറയും? ഈശോ മത്തയെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്തത്? ഈശോയുടെ കാര്യത്തിൽ ഓടി നടക്കുന്ന ഒരു പെണ്ണാണോ? എന്തു പറയും? നിങ്ങളുണ്ടെങ്കിൽ ഞാനുണ്ട്. എനിക്കറിയാമെങ്കിൽ രാവിലെ കോഴിയെ കണ്ടിട്ടാണ് അമ്മയ്ക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കോഴി. അത് ശരിക്കും നിങ്ങളെ സ്വീകരിച്ചു. കാരണം ഞാൻ ഈ ദിവസങ്ങളൊക്കെ അതിനെ കാണുമ്പോൾ അതിങ്ങനെ വെള്ളത്തിന് വേണ്ടി വല്ലാണ്ട് ഇരുന്ന് ഈ ദാഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും കഴിയുന്നില്ല, പുറത്തു പോകുന്നില്ല. ആ മുട്ടപ്പുറത്ത് ഇങ്ങനെ അടവിരിക്കുക. നിങ്ങൾ അതിനെ കണ്ടിട്ട് ഇങ്ങനെ അടയിരിക്കാമെന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, മത്തായി ഈശോ കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ മത്തായി ഈശോ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അല്ല? പിന്നെയോ മത്തയോട് ഈശോ പറയാൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത് എന്തിനു വേണ്ടിയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഇന്നലെ പല വീട്ടിൽ പോയി. വീടുകളിൽ ചെല്ലുമ്പോൾ എന്നെ നിങ്ങൾ ആ സ്വീകരണ മുറിയിൽ ഇരുത്തിയിട്ടു. നിങ്ങൾ അടുക്കളയിലേക്ക് പോയി കാപ്പി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആസ്വദിക്കും. എന്ന് പറയുന്നത് അവിടെ വന്നു ഈശോയുടെ അല്പസമയം വർത്തമാനം പറഞ്ഞു. വർത്തമാനം പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം, ഞാൻ പോയിട്ട് കാപ്പി ഇട്ടില്ല, അച്ഛന് കുഴപ്പമുണ്ടോ?
ഇവിടെ ചെയ്ത് തന്നെ ചോദിച്ചാൽ ഈശോ വന്നു, സ്വീകരിച്ചു, കൊണ്ടുപോയി എത്തി. പിന്നെ നേരെ ഒരു കാര്യം ചോദിക്കുന്നില്ല, നേരെ പോകുന്നവരിലേക്കാണ് ഓടി നടക്കുന്നത്. ഇങ്ങനെ എന്ത് കൊടുക്കും? സ്നേഹത്തോടെ വരുന്ന ഒരാൾക്ക് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നീ അവരെ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ അതാണ് ഈശോ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും വേണം, എനിക്ക് ഭക്ഷണമൊന്നും വേണം, മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇപ്പൊ കാലം മാറി. നമുക്കറിയാം, വീടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന ആള് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അവരുടെ വീട്ടുമുറിയിൽ ഉണ്ട്, ഞാൻ വിളിക്കാം. പലവട്ടം വിളിക്കും. വിളിച്ചതായ 6-7 വട്ടം വിളിച്ചു കഴിയുമ്പോഴായിരിക്കും മലയ്ക്ക് പോയി താഴോട്ട് എന്ത് സാധനത്തിന് എന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മുടെ അവസ്ഥയിലേക്ക് മാറി. പക്ഷെ ഈശോ പറയുന്നതാണെന്ന് ചോദിച്ചാൽ നീ നല്ല ഭാഗം തിരഞ്ഞെടുക്കണം. നല്ല ഭാഗം പറഞ്ഞതാണ് ഈശോയെ കൊടുക്കേണ്ട സ്ഥാനം. അവനത്തിലേക്ക് വരുന്ന സ്ഥാനം കൊടുത്തതിന് ശേഷം നീ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അതിനർത്ഥം നീ മറ്റു ശ്രദ്ധിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൃത്യമായി കൊടുത്തതിന് ശേഷം നല്ലത് തിരഞ്ഞെടുത്തിട്ട് പിന്നീട് വാക്കിന് ചെയ്യുക. അതിനെ ദൈവം കുറ്റപ്പെടുത്തില്ല, ആരും കുറ്റപ്പെടുത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അമ്മച്ചിയുമായി വഴക്കടിക്കുന്നത് ഒറ്റയൊരു കാരണത്തിലേക്ക്. അമ്മച്ചിക്ക് ഇപ്പോൾ 100 വയസ്സായി. എന്നാലും അച്ഛൻ വീട്ടിലേക്ക് അവർക്ക് വന്നാലും എല്ലാ കാര്യങ്ങളും അമ്മയുടെ കൈകൊണ്ട് തന്നെ നടക്കണം. പെങ്ങളുണ്ട്, ചേച്ചിമാരുണ്ട്, എങ്കിലും അമ്മയ്ക്കൊരു വാശിയാണ്. അച്ഛൻ വന്നാൽ എല്ലാ കാര്യങ്ങളും എന്റെ കൈകൊണ്ട് നടക്കണം. അച്ഛൻ ഇഷ്ടമുള്ള ഭക്ഷണമാണ് കപ്പ, അത് ഞാൻ തന്നെ കഴിക്കണം. ശരിയാണ്, ആയ ഒരു കാലഘട്ടത്തിൽ കപ്പ വയ്ക്കുമ്പോൾ മീൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 90 വയസ്സായി കഴിയുമ്പോൾ പഴയതുപോലെ നന്നായിട്ട് വെക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞു പോകും. എങ്കിലും അമ്മയുടെ ആഗ്രഹം എന്നെ ചോദിച്ചാൽ ഞാൻ തന്നെ കൊടുത്താലേ ഉള്ളത് ശരിയാവുള്ളൂ. ഇങ്ങനെ വാശി പിടിക്കുന്ന ചില അമ്മായിയമ്മമാരും ചില അമ്മമാരും ചില ചേച്ചിമാരും നമ്മൾ കൊടുക്കും. പക്ഷെ ഈ വാശി മാറിയിട്ട് ഇപ്പൊ എനിക്കത് പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കൈമാറാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഈ റോമാക്കാരുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഭാഗം എന്താണല്ലോ, ശരീരത്തിൽ പല പല അവയവങ്ങളുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. കൈ ചെയ്യുന്ന പ്രവൃത്തി കാര്യം ചെയ്യാൻ പറയുന്നില്ല. ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ജീവിത സൃഷ്ടിക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളതിന് അർത്ഥമുണ്ടാവുകയും. അതുകൊണ്ട് ചില വാശി പിടിച്ച കാര്യം, നമുക്കൊക്കെ പലതരത്തിലുള്ള കഴിവുകളുണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ കഴിവിനെ നമ്മൾ വിലമതിക്കണം. ചിലരെല്ലാ കാര്യങ്ങളും വേണ്ടി കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തലയിലേക്ക് എടുക്കുകയും ഉത്തരവാദിത്വം എല്ലാം തലയിലേക്ക് എടുക്കുകയും എന്നിട്ട് സമയത്തിന്റെ പോലെ അത് പൂർത്തിയാക്കാൻ വരുമ്പോൾ അവർ മറ്റുള്ളവരെ പരാജയപ്പെടും. ഇവിടെ ഈശോ പറയാണ്, മക്കളെ വിവേകത്തോടെ നല്ല നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റണം. ഒരു മരവെട്ടുകാരനുണ്ട്, അവൻ മഴവുമായി മരവെട്ടാൻ പോകും. ആരോഗ്യത്തോടെ അവൻ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല നാളുകൾ കഴിഞ്ഞപ്പോ അവൻ മരം വെട്ടുമ്പോൾ അതിന് ഒത്ത ഗുണം കിട്ടുന്നില്ല. അവന് സങ്കടമായിട്ട് അവൻ ഒരിക്കൽ ഒരു ഉപദേശം എടുത്തു. ഉപദേശം ചോദിച്ചു, ഞാൻ ആദ്യകാലത്തൊക്കെ നന്നായിട്ട് മരം വെട്ടിക്കൊണ്ടിരുന്നതാണ്, 2, 3, 4 മരങ്ങൾ ഒരു ദിവസം ഒഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. അതിന് ഉപദേശം കൊടുത്തത് എന്താണെന്ന് അറിയാമോ? അത് നിന്നിൽ എന്റെ പ്രശ്നം, മറിച്ച് നീ ഉപയോഗിക്കുന്ന മഴുവിലാണ് പ്രശ്നം. മഴുവിന് നീ മൂർച്ച കൂട്ടിയിട്ടില്ല. മൂർച്ച കൂട്ടിയിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇഷ്ടംപോലെ നന്നായി മരം വയ്ക്കാൻ പറ്റുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. നമ്മളിങ്ങനെ ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നു. മക്കളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം. അതുകൊണ്ട് എന്ത് വേണ്ടി നമുക്ക് പലപ്പോഴും ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തെ 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ കൂടെ നിർത്തി ചങ്കിൽ ദൈവത്തെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് തടസ്സമില്ല. എല്ലാം എളുപ്പം ചെയ്യാൻ സാധിക്കും. അത് ഈശോ പറയാണ്, നിങ്ങൾ വിവേകത്തോടെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. നമ്മുടെ 1-ാമത്തെ വായനയിൽ ഒരു അമ്മയെയും മരുമകളെയും വന്നത് റൂത്തിനെയും നവോമിയെയും കുറിച്ചാണ് പറഞ്ഞത്. ഈ റൂത്തിനോട് നവോമി പറയുന്ന കാര്യമുണ്ട്, മകളെ നിന്നെ കെട്ടുവാൻ മരിച്ചു, എല്ലാം മകൻ മരിച്ചു, നിനക്ക് നല്ല പ്രായമാണ്, നീ ഒരു കാര്യം ചെയ്യേ, പുതിയ വേറൊരാളെ കല്യാണം കഴിക്കുക, നീ എന്റെ കൂടെ പോകും. ഈ റൂത്ത് പറഞ്ഞു,
എനിക്ക് സ്വന്തമായ ഒരു അമ്മയുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ ഈ അമ്മയെ പിന്നെ അങ്ങോട്ടേക്ക് പോകുക എന്നാണ് ഏറ്റവും നല്ല ഭാഗം തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മൂന്നാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഈശോയോട് പറയാം, ഈശോയെ നല്ല ഭാഗം തെരഞ്ഞെടുക്കണം. അത് എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ ഇങ്ങനെ ആവലാതിയും പരാതിയും പറഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് പഠിക്കൽ കൊണ്ടുപോയി കല കൊണ്ടതിന് തുല്യമായിട്ട് പറഞ്ഞു. കിടന്ന് അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി ഞാൻ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് വരുന്ന പ്രശ്നം, ഞാൻ അവസാന വർഷം പരാതി പറയും, അപരാധി പറയും. അത് ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് പോകും. നമുക്ക് പരിസരയിലെ ചുങ്കക്കാരൻ ഉപമ നമുക്കറിയാവുന്നതാണ്. പരിസര ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നു. പരിസരം നല്ല പ്രവൃത്തി തന്നെ ചെയ്യുന്നത്. ആഴ്ചയിൽ ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ ദേവാലയത്തിന് മുന്നിൽ വന്നിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ പാവപ്പെട്ട ചുങ്കക്കാരൻ ദേവാലയത്തിന് പുറകെ ആരാധനയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോലും കണ്ണുയർത്താൻ കഴിയാതെ താഴോട്ട് നോക്കി അവൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം വചനം പറയുകയാണ്, ഈ ചുങ്കക്കാരൻ ആ പരിസരയേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. കാരണം ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്നത്, പാവങ്ങളെല്ലാം ചെയ്യുന്നത്. അവൻ ദേവാലയത്തിൽ വന്നു, അവൻ വശത്തേക്ക് വരുന്നില്ല. ഏറ്റവും പുറകിൽ, എല്ലാവരുടെയും പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കണ്ണു ഉയർത്താൻ പോലും നോക്കാതെ താഴേക്ക് നോക്കി ഭാവിയെ പോലെ അവൻ പ്രാർത്ഥിച്ചു ഇറങ്ങിപ്പോയി. ഈ പരിസരനാകട്ടെ നന്നായി ഉയർത്തി പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോ പറയാണ്, ഈ രണ്ടു പേരിൽ പരിസരനല്ല ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത്. അതിന് കാരണം എന്തായാലും ഈ ഉപമകളും വിശുദ്ധഗ്രന്ഥത്തിലുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഒരു ഉപമയാണ് ചുങ്കക്കാരന്റെയും ഫരീസേന്റെ ഉപമ. പക്ഷെ ആ വചനം അവസാനിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, ഫരീസേനല്ല. കാരണം അനുതാപത്തോടെയുള്ള പ്രാർത്ഥന സമ്മതിക്കുന്നു, സ്വയം കഴിവപ്പെട്ടു. ശരിയാണ്, പരിസരം എല്ലാം വിളിച്ചു പറഞ്ഞു, എല്ലാം വിളിച്ച് പറയരുത്, അവരെ സമ്മതിക്കുന്നു. വീണ്ടും ഇതൊന്നുമല്ല അടിസ്ഥാന കാരണം. പരിസരം നീതീകരിക്കപ്പെടാത്തവനായി വീട്ടിലേക്ക് പോകാൻ അടിസ്ഥാനപരമായ കാരണമുണ്ട്. മറ്റുള്ളവരെ പരിഗണിക്കാതിരുന്നല്ലോ. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വന്നു, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറിയത്. മറ്റൊന്നും സീറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ചെറുത് ചെയ്യുന്ന പോലെ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോയി തന്നെ ഇരിക്കും. എന്നായിരിക്കും വിധിക്കപ്പെടാത്തവനായി പോകാറ്? ഇങ്ങനെ പറയരുത്. അതാണ് ശരിയാണ്, അത് ശരിയാണ്. പരിസരം പ്രാർത്ഥിച്ചറിയാൻ ഞാൻ മറ്റു മനുഷ്യരെ പോലെയോ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ വിശ്വാസം കൊടുക്കുന്നു. ഈശോ പറയുന്നറിയോ, നിനക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ യാതൊരു ആവശ്യമില്ല. അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് യജമാനന്റെ മുന്നിലാണ്. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുക. പരിസരം ചെയ്യേണ്ട പരിസരം ചെയ്യുക, ചുങ്കക്കാരൻ ചെയ്യേണ്ട ചുങ്കക്കാരൻ ചെയ്യുക. നിനക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് പരാതി പറയാൻ നമ്മെ കുറിച്ചിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിലും നമ്മളെയൊക്കെ ഉണ്ടാകുന്ന വീഴ്ചയുടെ അടിസ്ഥാന കാരണം പലപ്പോഴും ചേട്ടന് കൊടുത്തു, എനിക്ക് തന്നില്ല. ഞങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചതാണ്, ജോലിയിടങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചതാണ്. അവൻ വന്ന് ബുദ്ധിയിരിപ്പായിരുന്നു, പക്ഷെ അവനെ ഉയർത്തി. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള പലപ്പോഴും നമ്മുടെ കടബാധ്യതയ്ക്കൊക്കെയുള്ള കാരണം എന്ന് മറ്റുള്ളവർ നല്ലൊരു വണ്ടി മേടിച്ചു. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഇത്ര വർഷമായി, എനിക്കൊരു നല്ല വണ്ടി പോലും പഴയ വണ്ടികൾ കിടക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടിരിക്കുക, അവനോട് ഇടിച്ചു ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവനേക്കാൾ വലിയ വണ്ടി നമ്മുടെ കയ്യിൽ ആസ്തിയില്ല. പക്ഷെ എങ്കിലും നമ്മുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ താരതമ്യ പഠനമാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചയ്ക്കുള്ള അടിസ്ഥാന കാരണം. അതുപോലെ നമുക്ക് ഇനി വിശുദ്ധ വരികയും ഈശോയുടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിലുള്ള ഈശോയെ നല്ല ഭാഗം തെരഞ്ഞെടുക്കണം. നിന്നിൽ നിന്ന് പ്രശംസ കിട്ടണം. എനിക്ക് മറ്റുള്ളവർക്ക് ഒന്നും വേണം, എനിക്ക് നിന്നിൽ നിന്ന് പ്രശംസ കിട്ടണം. അത്തരത്തിലുള്ള ഒരു വിവേകം, നല്ലത്